കമ്പനിയുടെ പ്രൊഡക്ഷൻ സൈഡിൽ ഗുഡ്സ് ഓർ സർവീസ് വാട്ട് എവർ ഇറ്റ് ഈസ് അത് ഹലാലായിരിക്കണം. കമ്പനി ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഗുഡ്സ് ഓർ സർവീസ് ആയിരിക്കണം. പ്രൊഡക്റ്റുകളിൽ കള്ള് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സർവീസുകളിലും ഇസ്ലാം വിലക്കിയിട്ടുള്ള സർവീസുകൾ ഉണ്ടാകാൻ പാടില്ല. ബേസിക്കലി എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണത്. ആളുകൾക്ക് അത്തരം ഒരു ബിസിനസ് ഉണ്ട്, ആളുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു മാൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കള്ള് ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. മാളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ഒരു ഹറാമായ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉറപ്പായി എൻഷേർഡായി. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ഒരു പൈസ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന റവന്യൂ അത് പൂർണ്ണാർത്ഥത്തിൽ എന്താകണം, ഹലാലാകണം. അതിൽ കുറഞ്ഞൊരു ഭാഗം ഹറാമ് എന്നൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. അപ്പൊ അത് ബാങ്കുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോലും നമുക്കത് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കമ്പനി ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സോഴ്സുകൾ ഉപയോഗിച്ചിട്ടാകും. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഒരു സോഴ്സാണ്, അവർ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറൊരു സോഴ്സാണ്, ബാങ്കുകളിൽ നിന്ന് ലോണുകളും മറ്റും എടുക്കുന്ന ഒരു സോഴ്സാണ്. ഇത് പൂർണ്ണാർത്ഥത്തിൽ ഹലാലായിരിക്കണം. കാരണം കമ്പനിയുടെ ഓണർഷിപ്പ് കൂടെയാണല്ലോ ശരിക്കും അത് പറയുന്നത്. അപ്പോൾ ഡെപ്റ്റായിട്ട് ബാങ്കുകളിൽ നിന്നും മറ്റും എടുക്കുന്ന സമയത്ത് അവിടെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലോൺ ആയിരിക്കും. അത്തരം ഒരു കമ്പനിയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്തും അതിൽ പ്രശ്നങ്ങളുണ്ട്.